എന്താ പക്ഷേ ഈ മഴക്കാറൊക്കെ കാണുമ്പോ ഒരു വൈക്ലഭ്യം. മഴ ഇപ്പൊ ഒരു പ്രശ്നം തന്നെയാണ്. എന്ത് പ്രശ്നം? ഇവിടെ ആൾക്കാർ മഴ ഇല്ലായിട്ട് ഇതായി നിൽക്കുകയാണ്. നിങ്ങള് RCB-ക്കാർക്ക് അല്ലാത്ത എല്ലാവർക്കും മഴയാണ് ആവശ്യം. കാരണം ഇപ്പൊ ഇന്നലെ മഴ പെയ്തു, SRH പുറത്തായി. ഇനിയിപ്പോ നാളെ മഴ പെയ്യുന്നു, CSK കേറുന്നു. ആകെ മഴയെ പേടിച്ചിരിക്കണ നിങ്ങള് അല്ലപ്പോ ഞങ്ങക്ക് മാത്രല്ല, ആ ജീട്ടിന്റെ അവസ്ഥ നിങ്ങൾ നോക്കി. രണ്ട് കളി മഴ പോയി. രണ്ട് കളിയിലും ജയിച്ചണെങ്കിൽ അവർക്ക് സാധ്യതകളുണ്ട്. 2 കളി തോറ്റിനെങ്കിൽ 0 പോയി. അതിന് പകരം അവർക്ക് 2 പോയിന്റ് കിട്ടി. അതാ പറഞ്ഞ ജയിക്കാനുള്ള സാധ്യത ഉണ്ടാവല്ലോ. RCB-ക്ക് പറഞ്ഞാൽ ഇപ്പൊ നാളത്തെ മത്സരം നടക്കണം തന്നെയാണ്. കാരണം ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല, നടക്കണം തന്നെയാണ് ഞങ്ങളെ ആഗ്രഹം. ഞങ്ങളെ പ്രാർത്ഥന അതാണ്. ഞങ്ങൾക്ക് ജയിക്കണ്ടേ, ഞങ്ങൾക്ക് ജയിച്ചു കണ്ട് കയറണം. CSK ഞങ്ങൾ തോൽപ്പിച്ചു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം കേക്കട്ടെ. അതായത് നാളെ 18-ാം തീയതി, അതായത് പിന്നെ ഞങ്ങൾക്ക് ജയിക്കേണ്ടത് ഒന്നുകിൽ 18ാമത്തെ ഓവറിലോ അതല്ലെങ്കിൽ 18 റൺസിനോ. പിന്നെ ഒരു 18ാം നമ്പർ ജേഴ്സി അണിഞ്ഞൊരു മനുഷ്യന്റെ അവിടെ ഈ സീസണിൽ ഉടനീളം RCB-നെ തോളിലേറ്റൊരു മത്സരം. ആ മത്സരം ചേസ് ചെയ്ത് ജയിപ്പിക്കും. അല്ലെങ്കിൽ 18ാം നമ്പർ ഉള്ള ആള് 18ാമത്തെ ഓവറിൽ ജയിപ്പിച്ചു. സൂപ്പർ തിയറി അല്ലേ? അതൊക്കെ കണക്ക് വല്ലാതെ മനുഷ്യൻ ഈ RCB-നെ തുടക്കത്തിൽ എത്ര ആൾക്കാർ പുച്ഛിച്ചു. കുറച്ച് കളി തോറ്റപ്പോ നമ്മൾ പറഞ്ഞാണ് 1% സാധ്യതയാണെങ്കിൽ ആ 1% സാധ്യത പിടിച്ചു കയറുന്നുള്ളത്. ഇപ്പൊ കേറി വന്നില്ലേ? നെറ്റ് റൺ റേറ്റ് ശരിയാക്കാന്ന് പറഞ്ഞപ്പോ വലിയ അന്തരൊന്നും ഇല്ലല്ലോ. വളരെ ചെറിയ സംഗതിയിലുള്ളൂ. 18 റണ്ണിന് മഴ പെയ്ത് കഴിഞ്ഞാൽ പണി പാളി. മഴ പെയ്തപ്പോ ഓവർ കട്ട് ഷോട്ട് ചെയ്താ കഴിഞ്ഞു. അതപ്പോ CSK കളിച്ച് ജയിക്കാനുള്ള ത്രാണില്ല. അതല്ലേ നിങ്ങൾ പറഞ്ഞത്? CSK വേണ്ടത് മഴ പെയ്യണം. മഴന്റെ ഔദാര്യത്തിൽ ഒരു പോയിന്റ്. ഞങ്ങൾക്ക് എന്ത് പേടി? മഴ പെയ്തില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ ജയിക്കണം. മഴനെ ഏറ്റവും കൂടുതൽ പേടിച്ച ആരാണ്? CSK. മഴ പെയ്യണോ ായിട്ടുള്ള കളിയില് കുട്ടിപ്പ കളിച്ചില്ല. കുട്ടിപ്പൊക്കെ സസ്പെൻഷൻ കിട്ടി. നിങ്ങൾ കഴിച്ചില്ലായി. മൂപ്പർ തന്നെ കഴിഞ്ഞ കളി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞില്ല, ഞാൻ അന്നത്തെ കളി കളിച്ചിരുന്നെങ്കിൽ കൂടുതൽ ചാൻസ് ഉണ്ടായേനെ ടീമിന്. മൂപ്പര് അങ്ങനെയെന്നല്ല, അതിന്റെ അപ്പുറം മൂപ്പര് പറയും. അത് വേറെ കാര്യം. മൂപ്പര് സ്വഭാവം അങ്ങനെയാണ്. മൂപ്പര് കളിച്ചിക്കണെന്നുണ്ടെങ്കിൽ ഇതിലാറെ വലിയ ജാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കൂടിയിരുന്നു. മൂപ്പര് ഇത് അറിയില്ല. അപ്പൊ മൂപ്പര് 4 ഭാഗത്തേക്ക് വീശി ആ ബാറ്റിങ്ങിന് വർക്കൊന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ടും കളിയിൽ ഉണ്ടാക്കൂല. പിന്നെ ക്യാപ്റ്റൻസി വക കുറെ മണ്ടത്തരും ഉണ്ടാവും. അത് വേറെ കാര്യം. അക്ഷർ പട്ടേൽ അന്ന് കുറച്ച് കളിച്ചുകൊണ്ട് അങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ മതി. ഞങ്ങളെ ഭാഗ്യമൊന്നുമില്ല. ഞങ്ങൾ കളിച്ച അന്തസ്സായി കണ്ടാണ് ഈ ഒരു ലെവല് വരെ എത്തിയിട്ടുള്ളത്. CSK-ക്കാർക്കാണ് ഇപ്പൊ മഴന്റെ പ്രാർത്ഥന വേണ്ടത്. മഴ വരണേ, മഴന്റെ ഔദാര്യത്തിൽ ഒരു പോയിന്റ് കിട്ടണേ എന്നുള്ളത്. RCB-ക്ക് കളി നടക്കണം, കളി ജയിക്കും എന്നുള്ള കോൺഫിഡൻസിൽ. CSK-ക്ക് മഴയാണ് ഇപ്പൊ ആശ്രയം. അപ്പൊ അങ്ങനെ കരുതി ഇന്നോള് RCB പ്ലേ ഓഫിലുണ്ടാവും. കളി നടന്ന RCB പ്ലേ ഓഫിലുണ്ടാവും.